ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ മുട്ടപ്പോളയാണ് ഉണ്ടാക്കുന്നത്. ഇതെനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 5 മുട്ടപ്പോള ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനായി ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 3 മുട്ടപ്പോളക്കുള്ള ബാറ്ററാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 3 പാനിലായിട്ട് ഒരുമിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടപ്പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മഞ്ഞ കളർ മാറിയിട്ട് നല്ല വെള്ള കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ നല്ല വൈറ്റ് കളർ ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തതിന് ശേഷം ഒരുപാട് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് പതുക്കെ 1-2 സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പൊങ്ങി വന്ന മുട്ട താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ആൻഡ് ഫോൾഡിൽ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാൻ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 പാന് ഒരുമിച്ച് വെച്ചിട്ടാണ് മുട്ടപ്പോള ഉണ്ടാക്കുന്നത്. ഈ പാനിലേക്ക് ഞാൻ നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ മുട്ടപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടോട്ടൽ 6 എണ്ണം ചെയ്തിട്ടുണ്ട്. 5 എണ്ണം സെയിൽ ചെയ്യാനും 1 വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണ്ടവർ താഴെയുള്ള ലിങ്കിലൊന്ന് സെർച്ച് ചെയ്തോളൂ.